2024 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നയപരിപാടിയോടെ രൂപപ്പെട്ട ഒരു മുന്നണിയാണ് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന ഇന്ത്യ അലയൻസ്. ആ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ അലയൻസ് രൂപീകരിച്ചതിന് ശേഷം വളരെ കൃത്യമായി തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ അടയാളപ്പെടുത്തുവാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട്. ലോക്സഭയിലെ 543 സീറ്റില് 237 അംഗങ്ങൾ, രാജ്യസഭയിലെ 250 അംഗങ്ങളിൽ 87 അംഗങ്ങൾ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാന നിയമസഭകളിൽ 4036 അംഗങ്ങളിൽ 1658 അംഗങ്ങൾ ഉൾപ്പെടെ 37 പാർട്ടികളുടെ കൂട്ടായ്മയാണ് ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ 40.6% വോട്ടാണ് ഇന്ത്യ സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത്. അതായത് ഭരണത്തിൽ വന്ന NDA മുന്നണിയും ഇന്ത്യ സഖ്യവുമായിട്ടുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 2% മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യ സഖ്യം രൂപീകരിച്ചപ്പോൾ ഞങ്ങൾ എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഒറ്റ നിലപാടാണ്: BJPയെ പ്രതിരോധിക്കുക, BJPയെ പരാജയപ്പെടുത്തുക. ഞങ്ങളുടെ മുമ്പിൽ ഉള്ള ഒരു സിംഗിൾ അജണ്ട, അല്ലാതെ ഞങ്ങൾ ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഒന്നും രൂപീകരിച്ചിരുന്നില്ല. ഒറ്റ അജണ്ട: ഒന്ന് BJPയെ പരാജയപ്പെടുത്തുക, രണ്ട് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുക. ആ സമയത്ത് തന്നെ ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് ശ്രദ്ധിക്കണം: സംസ്ഥാന വിഷയങ്ങളിൽ, ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുക, സംസ്ഥാന താല്പര്യമുള്ള വിഷയങ്ങളിൽ ഓരോ പാർട്ടികൾക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. കാരണം അതില് ദേശീയ പ്രാതിനിധ്യമുള്ള ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കാരണം ഇന്ത്യയിലെമ്പാടും വേരുകളുള്ള പ്രാതിനിധ്യമുള്ള പ്രസ്ഥാനം. കാരണം കോൺഗ്രസിന് പല ദേശീയ വിഷയങ്ങളിൽ നിലപാടുകൾ എടുക്കുമ്പോൾ ഈ പ്രാദേശിക പാർട്ടികൾക്ക്, ഇതിൽ 37 പാർട്ടികളുള്ളതിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളാണ്. അവർക്ക് പ്രാദേശികമായ വിഷയങ്ങളിലാണ് നിലപാടുകൾ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പല സംസ്ഥാനങ്ങളിലും നേരിട്ട് മത്സരിച്ച സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് കേരളത്തില് CPM-ഉം കോൺഗ്രസും 2 മുന്നണികളിലായിട്ടാണ് മത്സരിച്ചത്. ബംഗാളിൽ വന്നു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിന് എതിരായിട്ടാണ് അവിടെ കോൺഗ്രസ് മത്സരിച്ചത്. പഞ്ചാബിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് മത്സരിച്ചത്. അപ്പോൾ സംസ്ഥാന തലങ്ങളിലെ താല്പര്യങ്ങള്, പ്രാദേശിക വിഷയങ്ങളും സംസ്ഥാന താല്പര്യങ്ങളും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ നോക്കി തീരുമാനങ്ങൾ എടുക്കാമെന്നാണ് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാക്കിയ ഒരു പൊതുധാരണ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇപ്പോൾ ഇവിടെ ഒരു ചർച്ചയ്ക്ക് തന്നെ കാരണമായ ഒരു വിഷയം എന്ന് പറയുന്നത്, അല്ലെ, പൊതുവായി ഉള്ള ചില വിഷയങ്ങളില്, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഉന്നയിച്ച ചില വിഷയങ്ങളില് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ അവര് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തി എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇന്ത്യ മുന്നണി യോഗം ചേർന്ന്, കാരണം കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദേശീയ തലത്തിലുള്ള വിഷയം എന്ന് പറയുന്നത് അദാനിയുമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഒരു അവിശ്വസ്ത കൂട്ടുകെട്ട്. അത് ഈ പാർലമെന്റ് സെക്ഷനിൽ മാത്രമല്ല കോൺഗ്രസ് ഉന്നയിച്ചത്. കാരണം ശ്രീ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുന്നതിന് വരെ കാരണമായ കഴിഞ്ഞ ലോക്സഭയിൽ വളരെ ശക്തമായി തന്നെ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചതാണ്. എന്താണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അദാനി തമ്മിലുള്ള ബന്ധം? അപ്പോൾ കോൺഗ്രസ് ആ വിഷയത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായ അവർക്ക് സംസ്ഥാന തലത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് DMK. കാരണം തമിഴ്നാട്ടിലെ ഈ അടുത്ത കാലത്തുണ്ടായ വലിയൊരു പേമാരി പ്രളയം, അവർക്ക് ആ വിഷയം തീർച്ചയായിട്ടും പാർലമെന്റിൽ ഉന്നയിക്കേണ്ടതുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബംഗ്ലാദേശിലെ വിഷയമാണ്. കാരണം ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഭരണകൂട വേട്ട അവിടെ നടക്കുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ബംഗാളുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായി അവിടെ ഉന്നയിക്കേണ്ടതുണ്ട്. അതുപോലെ സമാജ്വാദി പാർട്ടിക്ക് സംഭാൽ, കാരണം സംഭാൽ നമ്മൾ കണ്ടു, അവിടെ 5ഓളം ചെറുപ്പക്കാരെ അവിടെ വെടിവെച്ച് കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഈ പറയുന്ന ഒരു മുസ്ലിം ദേവാലയത്തില് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ പ്രതിഷേധിച്ചവർക്ക് നേരെ ഏകപക്ഷീയമായ ഒരു വെടിവെയ്പ് ഉണ്ടാകുന്നു. ഒരു 5ഓളം ചെറുപ്പക്കാർ കൊല്ലപ്പെടുന്നു. അപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് ആ വിഷയം ഉന്നയിക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തൊരു പൊതു നിലപാട് എന്ന് പറയുന്നത്, ലോക്സഭയ്ക്ക് അകത്തും പുറത്തും കോൺഗ്രസ് ഈ പറയുന്ന ദേശീയ തലത്തിലുള്ള പൊതുവിഷയമായിട്ടുള്ള അദാനി വിഷയവുമായി കോൺഗ്രസ് മുന്നോട്ട് പോട്ടെ. അതേസമയം തന്നെ ഈ പ്രാദേശിക പാർട്ടികൾ ഇതുപോലെയുള്ള സംസ്ഥാന വിഷയങ്ങൾ ഉന്നയിക്കട്ടെ. ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇന്ത്യ മുന്നണി ശിഥിലമായി എന്നാണല്ലോ. ഇന്നലത്തെ കാര്യം തന്നെ ശ്രദ്ധിക്കൂ. ശ്രീ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത വിഷയം ലോക്സഭയിൽ മുഹമ്മദ് ജാവേദ് എന്ന കോൺഗ്രസിന്റെ MP ഉയർത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഈ ബീഹാറിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ സംസാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവിടെ എത്തുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം അതിനെതിരെ പ്രതിഷേധിച്ചു. ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. രാജ്യസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ അവിടുത്തെ രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ഉപനേതാവായിട്ടുള്ള പ്രമോദ് തിവാരി അദ്ദേഹം അവിടെ ഉയർത്തിയ വിഷയം കാർഷിക വിഷയങ്ങളാണ്. കാരണം വീണ്ടും ഒരു കർഷക സമരത്തിന്
ഉത്തരേന്ത്യ അവിടെ സാഹചര്യം ഒരുങ്ങിയാണ്. കർഷക സംഘടനകളൊക്കെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു. അപ്പോൾ ആ വിഷയം കോൺഗ്രസ് അവിടെ ഉന്നയിച്ചപ്പോൾ ഈ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ ഈ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും കോൺഗ്രസിനൊപ്പം തന്നെ പ്രതിഷേധവുമായി അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തകളൊക്കെ ഇന്ത്യ മുന്നണി തകർന്നതും ഇന്ത്യ മുന്നണി ശിഥിലമായതും ഒക്കെ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അത് BJP ഉണ്ടാക്കുന്ന ഒരു മനപ്പായസമാണ്. അവരുടെ ഒരു മനസ്സിലിരിപ്പ്, അവരെന്താണോ ആഗ്രഹിക്കുന്നത്. കാരണം അവർ ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുന്നുണ്ട്. കാരണം ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, 2024 ലോക്സഭാ ഇലക്ഷന് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെറും 2% മാത്രമാണ്. 40% വോട്ട് ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞു. 237 സീറ്റ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. കാരണം ഒരു ശക്തമായ പ്രതിപക്ഷത്തെയാണ് ലോക്സഭയിലും രാജ്യസഭ. കാരണം അത് ഈ ചർച്ചകളിൽ തന്നെ കാണുന്നുണ്ട്. കാരണം ആദ്യം പ്രതിപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. ഈ ലോക്സഭ ഈ പറയുന്ന ഭരണഘടനയുടെ 75ാം വാർഷികം ഉൾപ്പെടെ. പക്ഷെ പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെട്ടു. ആ വേദിയിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിനും രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവിനും ആ ഭരണഘടനയുടെ 75ാം ഇതുമായി ബന്ധപ്പെട്ട ആ ചടങ്ങില് പങ്കെടുക്കുവാനുള്ള വേദിയിൽ തന്നെ അവസരം കിട്ടി. ഈ ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം ലോക്സഭയിലും രാജ്യസഭയിലും ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി പിന്നെ അവിടുത്തെ സഭാധ്യക്ഷന്മാർ അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ മുൻപ് സംഭവിച്ചതുപോലെ ഏകപക്ഷീയമായി പാർലമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ BJPയും അവരുടെ സഖ്യകക്ഷികളും വളരെ ആസൂത്രിതമായി ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ശിഥിലമായി തകർന്നു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. പക്ഷെ അത് അല്ല യാഥാർത്ഥ്യത്തിലുള്ളത്.